സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. എന്താ വെച്ചാൽ നമ്മുടെ മീനുക്കുട്ടന് ഒരു അവാർഡ്. അത് വെറും അവാർഡൊന്നുമല്ല, നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞാൽ ഏറ്റവും അധികം എല്ലാവരും കാണുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. 2025 അഭിനയ മികവിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ് നമ്മുടെ മീനുക്കുട്ടന് കിട്ടിയിരിക്കുന്നത്. പ്രൈവറ്റ് എന്നുള്ള സിനിമയാണ്. ഞാനിത് കണ്ടതിനെ പറ്റി ഞാൻ പറഞ്ഞത് ഇന്ദ്രൻസ് ചേട്ടനും മീനുകുട്ടിയും കൂടെ. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അംഗീകാരം ഇതിന് കിട്ടും എന്ന്. അന്ന് എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഞാൻ ഞെട്ടിപ്പോ. എന്നോട് നമ്മുടെ ശ്രീയക്കുട്ടിയുടെ അച്ഛനാ വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ചുമ്മാ പറ്റിക്കാതൊന്ന് പോയെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഫോണിലെടുത്ത് കാണിച്ചു തന്നു. അങ്ങനെ ഞാനും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അറിയുന്നത്. പക്ഷെ വേറെ ഏതൊരു ഫിലിമിന് ക്രിട്ടിക്സ് അവാർഡോ മറ്റേത് അവാർഡ് കിട്ടിയിരുന്നെങ്കിലും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാവില്ല. പ്രൈവറ്റിന് കിട്ടിയോണ്ട് എനിക്ക് ഇരട്ടി സന്തോഷമാണ്. കാരണം എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ ഷൂട്ട് ചെയ്ത് നമ്മള്. അപ്പൊ അത് അത്രയും ഇത് കൊറേ നാളുകളുണ്ട്, കൊറേ നാളുകൾ. ഇത് കാണുമ്പോ ഏതോ ഒരു ഉള്ളിലാണ്. ഡയറക്ടർ ദീപക് ഡിയോൺ. ദീപക് ഏട്ടനുള്ളതാണ് അവാർഡ്. ദീപക് ഏട്ടന്റെ ഫസ്റ്റ് മൂവിയാണ്. ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന അവാർഡിന് കൂടുതൽ അങ്ങനെയാണ് അവാർഡ് കിട്ടേണ്ടത്. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കിട്ടേണ്ടത്. അതോ എന്റെ ഒരു എക്സ്പീരിയൻസിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ മോമെന്റ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? അപ്പൊ ഈ മോമെന്റ് എന്റെ മകളുടെ ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്നത് നമ്മുടെ ഭാഗ്യല്ലേ. നാളെ ബിരിയാണിയും പിന്നെന്താ ഉണ്ണിയങ്ങൾ എനിക്കാ വാങ്ങി തരണ്ടേ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ എല്ലാ ഹാപ്പി മൊമെന്റ്സിലും ഞാൻ ടോപ്പ് സിംഗറിലായിരിക്കും. അതെല്ലാ പ്രാവശ്യവും അങ്ങനെയാ. അപ്പൊ ഇപ്രാവശ്യവും അത് നമ്മൾ ഒന്നിച്ചായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീപക്കേട്ടനുള്ള അവാർഡാണിത്. കാരണം ഈ സിനിമ കഴിഞ്ഞ സമയത്ത് ഞങ്ങളെ ഇത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പറയാൻ ഒരുപാട് സമയം വേണം, അതുകൊണ്ട് ചുരുക്കി പറഞ്ഞതാണ്. ദീപക്കേട്ടന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ചേരേ ഇല്ലായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്തത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് ദീപക്കേട്ടൻ കാരനാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ അത് നല്ലതായപ്പോ എനിക്കത് മാറ്റി പറയാൻ ഒരു താല്പര്യമില്ല. ഇത് ദീപക്കേട്ടനുള്ള അവാർഡ് തന്നെയാണ്. ഇതിന് എനിക്ക് ഇനി എന്ത് അംഗീകാരം കിട്ടിയാലും അതൊക്കെ ദീപക്കേട്ടനുള്ളതാണ്. കാരണം എന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. എനിക്ക് വന്ന കാര്യങ്ങളല്ലാതെ ബാക്കി എല്ലാത്തിലും നമ്മൾ റിയാക്ട് ചെയ്യുന്ന. പക്ഷെ ഇതെന്നെ കൊണ്ട് ദീപക്കേട്ടൻ പറഞ്ഞ് ഇന്നത് തന്നെ വേണം എന്ന് നിർബന്ധം പിടിച്ച് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് ഈ അവാർഡിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മീനുകുട്ടിയെ കാണാൻ പറ്റുന്നില്ല. എന്റെ അച്ഛൻ ഇത് എപ്പോഴും പറയും ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് ആക്ടർ ആവുന്നത്. ടോപ്പ് സിംഗറിൽ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ടോപ്പ് ബാൻഡ് നമുക്ക് എല്ലാവർക്കും നമുക്ക് എണിച്ചു തന്ന ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ. അയ്യോ ഞാനിരിക്കൂടെ. സന്തോഷം. എനിക്ക് എന്തോ ആവുന്നേ. താങ്ക് യു. So here is wishing you many more awards. Congratulations. Thank you so much. ഇനി ഒരു സ്റ്റേറ്റ് അവാർഡ് വരട്ടെ. അമ്പോ. ഇനി പ്രൈവറ്റ് ആയിട്ട് വേറൊരു കാര്യം പറഞ്ഞു. അടുത്ത പാട്ടിലേക്ക് പോട്ടെ. അതെ, വളരെ പബ്ലിക് ആയിട്ട് നമുക്ക് കേൾക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഇനി ഒന്നും പ്രൈവറ്റ് വേണ്ട, പബ്ലിക് ആയിട്ട് കേൾക്കാം പാട്ട്. നമ്മുടെ ദുർഗക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ്. ഫാമിലി റൗണ്ട് ആട്ടോ ദുർഗക്കുട്ടിയുടെ. അതാ ഇത്ര സുന്ദരിയാവാൻ കാരണം. അയ്യോ നല്ല ഭംഗിയുണ്ട്. അയ്യോ ദുർഗക്കുട്ടീനെ ട്രഡീഷണൽ അറ്റയർസിൽ പൊതുവെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട് കേട്ടോ. മിടുക്കി സുന്ദരിയായിട്ടുണ്ട്. നല്ല കോമ്പിനേഷൻ. ധാര മേടിച്ചത് ഉടുപ്പ് ഇത് ഇവിടുന്ന് ആണോ? പക്ഷെ നല്ല ഭംഗി. നല്ല കോമ്പിനേഷൻ. അതെ അതെ അതെ. ദുർഗക്കുട്ടി എന്തോ എത്ര പേര് വന്നിട്ടുണ്ട് ഇന്ന് ഫാമിലി റൗണ്ട് പെർഫോം ചെയ്യാൻ? 15 പേരുണ്ടോ? കൊറേ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? കൊറേ കസിൻസ് ഒക്കെ ഉണ്ട്. ബസ്സിലാണോ വന്നേ? ഇനി ബസ്സിൽ എല്ലാവരും കൂടെ വന്നു. ഭയങ്കര സന്തോഷമുണ്ടല്ലോ ഇന്ന്. അതാണ് ഫാമിലി എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ സ്റ്റേജിൽ നമ്മുടെ ഫാമിലി ഉണ്ടാവുമ്പോ പാടാൻ വേണ്ടി ഭയങ്കര ധൈര്യമായിരിക്കും. ഇല്ലേ ദുർഗക്കുട്ടി? ഫീൽ ചെയ്യുന്നില്ല ആ ധൈര്യം? ഇങ്ങനെ ഞാൻ പാടാൻ പോവാണ്, ഇന്ന് മുട്ടായി മഴ ഞാൻ പെയ്യിക്കും ഇല്ലേ? തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. യെസ്. ഏതാണ് ആ പാട്ട്? ഇന്ദ്രനീലൻ ചൂടി അഗ്രഹാരം തേടി. ചിത്ര ചേച്ചിയുടെ പാട്ട് അല്ലേ? പോരട്ടെ, ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സാർ, മ്യൂസിക് മോഹൻ സിത്താര സാർ, ഇയർ 2000, മൂവി വർണ്ണക്കാഴ്ചകൾ. യെസ്. ദുർഗു, എന്തോ ഇവിടെ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോഴേ ഏറ്റവും അധികം ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് ദുർഗു ആഗ്രഹിച്ച ആരെയാ?
ഫാമിലി റൗണ്ട് വരുമ്പോ എന്റെ ഫ്രണ്ട്സിന്. അവരുണ്ടോ? ആ ഉണ്ട്, വരുന്നു. എല്ലാരും വന്നിട്ടുണ്ടോ? രണ്ടുപേരെ വന്നിട്ടുള്ളൂ. ആ ചങ്കാണാ? ചങ്ക. ആണോ? അവര് പാടുവോ? പാടത്തില്ല, രണ്ടുപേരും ഡാൻസ് കളിക്കും. അവര് പാടുവോ? ഇല്ലായിരിക്കും. അപ്പൊ പാടിയട്ടെ, കേക്കാം അല്ലേ? യെസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. രാഗതേരിൽ വന്നു നവരാത്രി, ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി, പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി, ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. പുഞ്ചിരിക്കും രാത്രി, ചിത്രവീണ മീട്ടിയോമൽ ചിന്തു പാടാൻ വാ. പൂനില പൊന്നാട ചുറ്റി പുഞ്ചിരിക്കും രാത്രി, ചിത്രവീണ മീട്ടിയോമൽ ചിന്തു പാടാൻ വാ. പൊന്നിൻ ചീലങ്ക കൊഞ്ചി മാധു തോളുമ്പി നെഞ്ചിൽ, വാനം മലരണിഞ്ഞു പ്രേമം കുളിർ ചൊരിഞ്ഞു, വാനം മലരണിഞ്ഞു പ്രേമം കുളിർ ചൊരിഞ്ഞു. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി, പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി, ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. രിഗ 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 സരി 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 രിഗ ഗമ മപ പപ്പദ 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 പസ. നീ വിളക്കിൻ നാളമായി നിൻ മന്ദഹാസങ്ങൾ, പാൽക്കടലിൽ നീന്തിയെത്തും രാജഹംസങ്ങൾ. നീ വിളക്കിൻ നാളമായി നിൻ മന്ദഹാസങ്ങൾ, പാൽക്കടലിൽ നീന്തിയെത്തും രാജഹംസങ്ങൾ. നെഞ്ചിൽ മാഞ്ഞു പോയല്ലോ പ്രേമപരിഭവങ്ങൾ, സ്നേഹം വിളക്കെടുത്തു മോഹം തിരി കൊളുത്തി, സ്നേഹം വിളക്കെടുത്തു മോഹം തിരി കൊളുത്തി. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി, പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി, ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി, പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി, ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. നീ തകിടതും ദില്ലാന തജം തകിടതും താ, നീ തകിടതും ദില്ലാന തജം തകിടതും താ, നീ തകിടതും ദില്ലാന തജം തകിടതും താ, നീ തകിടതും ദില്ലാന തജം തകിടതും താ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഇവിടെ ടോപ്പ് സിംഗറിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ്.
ടോപ്പ് സിംഗർ സീസൺ 7 ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 7 ഈ വരുന്ന മെയ് 2-ാം തീയതി തൃശ്ശൂർ വൃന്ദാവൻ ഇൻ മാരാ റോഡ്, 3-ാം തീയതി പാലക്കാട് ETS റെസിഡൻസി. അപ്പൊ കുട്ടികളെ, നിങ്ങൾ റെഡിയല്ലേ? ഓഡിഷൻ സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. വിശദ വിവരങ്ങൾക്ക് 7593829871. ദുർഗക്കുട്ടി, എന്തോ നല്ല അസലായി പാടിയല്ലോ ഇന്ന്. താങ്ക് യു. ഇന്ന് എല്ലാരും കൂടെ ഉള്ളതിന്റെ ധൈര്യമാണോ കണ്ടത്? ഉണ്ട്. പരിചയപ്പെടുത്തിയോ എല്ലാരും? ദുർഗയുടെ അമ്മൂമ്മയാണ്, ഗംഗ എന്നാണ് പേര്. ഗംഗ. ആഹാ, യെസ്. എന്റെ പേര് നിവേദിത, ഞാൻ ദുർഗന്റെ കസിനാ. കസിൻസ്. ഓക്കെ. എന്റെ പേര് ശ്രീനന്ദ, ഞാൻ ദുർഗയുടെ ഫ്രണ്ടാ. ആ, എന്റെ പേര് ആരാധ്യ, ഞാൻ ദുർഗയുടെ ഫ്രണ്ടാ. അവരെ രണ്ടുപേരെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. അതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലേ ദുർഗക്കുട്ടിയുടെ? ആ, പറഞ്ഞോ പേര്. എന്റെ പേര് നന്ദ. എന്താ, ഞാൻ ഗൗരി ചേച്ചിയുടെ അപ്പച്ചിയുടെ മോള. ഓത്തോ, ഗൗരി ചേച്ചിയുടെ അമ്മച്ചിയുടെ മോള്. കുഞ്ഞിന്റെ പേര് ദർശ്. ആ, ദുർഗ ചേച്ചിയുടെ അനിയൻ. അണിയൻ. ഓ, അണിയൻ. അണിയനാണ്. അനിയനാണ്. എന്റെ പേര് നേഹ, ഞാൻ ദുർഗയുടെ കസിനാണ്. ഓക്കെ. എന്റെ പേര് ആരാധ്യ, ഞാൻ ദുർഗന്റെ കസിനാണ്. ആഹാ. എന്റെ പേര് ഉഷ, ഞാൻ ദുർഗയുടെ അച്ഛന്റെ അമ്മയാണ്. ആ, എൻ്റെ പേര് ജഗദീശൻ, ദുർഗയുടെ ബന്ധുവാണ്, കോഴിക്കോട്. എന്റെ പേര് കൃഷ്ണൻ നായർ, ഞാൻ ദുർഗയുടെ അപ്പൂപ്പനാണ്. ആഹാ. എന്തായാലും കിഡിലൻ ഫാമിലി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് കേട്ടോ. എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. ഡാൻസ് കളിച്ച ടീംസ് കൈവൊക്കെ എത്ര പേരുണ്ടായിരുന്നു? അമ്മയുണ്ടായിരുന്നു. അമ്മയുണ്ടായിരുന്നു. അതെ, അമ്മയുടെ ഡാൻസ് മാത്രല്ല, അച്ഛന്റെ അമ്മയുടെയും പ്രണയവും റൊമാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ സൈഡിൽ പോയി നിന്ന് പ്രേമിച്ചിട്ടാണ്. അതാണ് കഥ. അതാണ് കഥ. അതാണ് കഥ അല്ലേ? താങ്ക് യു സർ. അപ്പൊ ദുർഗുന ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 96.75 ഔട്ട് ഓഫ് 100. ഇന്ദ്രനീലം സോസർ അഗ്രഹാരം തേടി പുഷ്യരാഗ തേടി. ദുർഗക്കുട്ട ഹാപ്പി അല്ലേ? Happy. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ബൈ. രാഗം ചാർത്തി